കൊള്ളായിരുന്നു, ടൈം പാസ്. ബ്യൂട്ടിഫുൾ, ഗുഡ് ക്രിയേഷൻ. എല്ലാവരും നല്ല പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല മ്യൂസിക്, നല്ല ക്യാമറ, എല്ലാം നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട് നന്നായിട്ട് നല്ല പടം, നല്ല പെർഫോമൻസ് നന്നായിട്ട് നല്ല കുഴപ്പമില്ല, സൂപ്പറായിട്ട്. സിനിമ കൊള്ളാം, ഒരു കോമഡിയാണ്, ഹൊററാണ്. എന്നാലും എന്താ പറയുക, എല്ലാവർക്കും കുട്ടികളടക്കം രസിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫിലിമാണ്, ഒരു ഫീൽ ഗുഡ് ഫിലിം. നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ പുതിയ ആൾക്കാരായത് എനിക്ക് അത്ര അറിയില്ല, എന്നാലും നന്നായി പെർഫോം, അവരവരുടെ റോൾസ് നന്നായി ചെയ്തിട്ടുണ്ട്. നല്ലായിരുന്നു, പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. താങ്ക് യു. അതെ, ഹൊറർ മ്യൂസിക്കൽ കോമഡി പടമാണ്. നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈനിങ് പടമാണ്. രസവും. താങ്ക് യു. പടം ഞാൻ ആക്ച്വലി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പടം നല്ല രസമുണ്ട്. ഒരു എന്താ പറയുക, ത്രൂ ഔട്ട് ഒരു ചെറിയൊരു കോമഡി സംഭവം പിടിച്ചിട്ട് പോയ പടമാണ്. സുഭാഷ് സാറിൻ്റെ നല്ലൊരു പടങ്ങളാണ് ഒന്നാണത്. ഞാനതിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ ബസി കുറേ നാളുകൾക്ക് ശേഷം നല്ല വൃത്തിയിൽ നല്ലൊരു സംഭവം ചെയ്തേക്കുന്ന ഒരു പടമാണ്. അടിപൊളിയാണ്. ഹൊററും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വേടി പോകുന്ന കുറേ സംഭവങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. താങ്ക് യു. ചേട്ടാ, നല്ല പടമായിരുന്നു. ഹൊറർ കോമഡിയാണ്, നല്ല പടമാണ്, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പലർക്കും പല ട്രെൻഡല്ലേ. എനിക്കിഷ്ടമായി. ഒന്നായി എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, നല്ല സിനിമയാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് വന്ന് കണ്ടാലൊരു സന്തോഷം നൽകുന്ന സിനിമയാണ്, നല്ല സിനിമ. ഇതിൽ ഡാൻസിങ് ഗോസ് കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഷോൺ, എവ്രിബഡി, ആൻഡ് ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ടു ദ എൻ്റയർ ടീം. എൻജോയ്ഡ്. ഹൊറർ കോമഡി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ്. കണ്ടിട്ടുണ്ട് സിനിമ അതിന് മുമ്പേ, പക്ഷേ സോ നൈസ്. നമ്മൾ ഫുൾ കാസ്റ്റും ക്രൂ ഒരുമിച്ചിരുന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈവൻ വിത്ത് ഫാമിലീസ് പോയിരുന്ന് കണ്ട് ചിരിച്ച് വരാൻ പറ്റുന്ന ഒരു കഥയാണ്. കറക്റ്റ്, വെരി ഇൻട്രസ്റ്റിംഗ്. ഈവൻ ആ ഫസ്റ്റ് ടൈം ചെയ്ത എല്ലാവരും ഭയങ്കര നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് അറ്റംപ്റ്റ്. അപ്പോൾ ഫാമിലി ആയിട്ട് തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ല പടമാണ്, ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് പടം കാണാം. ഒരു വെറൈറ്റി പടമാണ്. നമ്മൾ യക്ഷികളുടെ പടങ്ങൾ കണ്ട പേടിപ്പിക്കുന്ന അതിനേക്കാളും ഡാൻസിങ് പ്രേതങ്ങളാണ്. മൈക്കിൾ ജാക്സനൊക്കെ ഒരു ട്രൈബ്യൂട്ട് പോലുള്ളൊരു പടമാണ്. മൊത്തത്തിൽ അടിപൊളി പടമാണ്, ധൈര്യമായിട്ട് വാച്ച് ചെയ്യാം. എനിക്ക് ആക്ച്വലി എൻ്റെ ക്യാരക്ടറിനെ പറ്റി മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. പടം ഫ്രഷാണ് എനിക്ക് കാണുമ്പോൾ. പക്ഷെ എന്നിട്ട് അവസാനം വരെ ഇങ്ങനെ വായ പൊളിച്ചിരുന്ന് പടം കാണായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് പടം. ഭയങ്കര ഹാപ്പിയാ. എല്ലാവരും അടിപൊളി, നല്ല രസമുണ്ട്. എല്ലാവരും കോംബോ അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഹൊറർ കോമഡിയാ, കൊള്ളാം. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ശരി, നന്നായിട്ടുണ്ടായിരുന്നു. എൻ്റെ 2 സുഹൃത്തുക്കൾ അഭിനയിച്ചു. പിന്നെ എന്താ പറയുക, പരിചയമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. കോമഡിയായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി നിങ്ങൾ പടം കണ്ടോ? കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങൾ പടം പോയി കാണുക, അതിന് പ്രൊമോട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഒരു എന്താ പറയുക, എൻ്റർടൈൻമെൻ്റ് ആണ്, രസമുണ്ട് കാണാൻ. ലൈക്ക് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പാർട്ടായിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ല. കണ്ട കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. രസമുണ്ട്. ഓ, ബാസി രസമുണ്ടായിരുന്നു. ഭയങ്കര ഫണ്ണായിട്ടുള്ള ബാസിയുടെ ലുക്കും ഒരു കൊച്ചി മച്ചാൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. ചോദിക്കണേ, എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമുണ്ടായില്ല. ഹൊറർ കോമഡിയാണ്. ഹൊറർ കോമഡിയാണ്.
പിന്നെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പാട്ടൊക്കെ ആയാലും അടിപൊളിയാണ്. ഇല്ലേ, പേടിക്കാൻ ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. ഡാൻസ് ഒക്കെ നൈസാണ്. ശ്രീനാഥ് ബാസി എങ്ങനെ ഉണ്ടായിരുന്നു? നൈസായിരുന്നു. ഡാൻസ് ഒക്കെ ഇവിടെ നൈസായിരുന്നു. എല്ലാം നന്നായി കോമഡി ആയിരുന്നു. എല്ലാം കൂടെ ഉള്ള ഒരു സിനിമ പോലെ തോന്നുന്നു. അതെല്ലാം പറഞ്ഞ അടിപൊളിയാണ്. ഞാൻ ആക്ടറാണ് ഈ പടത്തില്. സൂസൻ ക്യാരക്ടർ ഞാനാ ചെയ്തേ. സോ നിങ്ങൾ കണ്ടോ? പടം കണ്ടോ? ഇഷ്ടമായോ? ഓക്കെ, ഒരു കോമഡിയാണ്. ഫാമിലി ജോൺറ, എല്ലാവരും എന്റർടൈനർ. ഗോ ടു ദ തിയേറ്റർ ആൻഡ് വാച്ച് ദ ഫിലിം. ഫാബുലസ്. നന്നായിരുന്നു, പടം നന്നായിരുന്നു. ഒരു മ്യൂസിക്കൽ ഹൊറർ കോമഡിയാണ്. ഫൺ വാച്ചാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു ഭാഗമാകാൻ പറ്റി. ഫസ്റ്റ് ടൈം എന്നെ ബിഗ് സ്ക്രീനിൽ കണ്ടതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും വന്ന് കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. പടം ഉഗ്ര ഹൊറർ ഫിലിം എന്ന് വെച്ചാൽ പഴയ ഹൊറർ ഫിലിമിൽ വ്യത്യസ്തമായിട്ട് പേടിപ്പെടുത്താതെ ആളുകൾ ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു ചിത്രമായിരുന്നു. വളരെ നന്നായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള പടങ്ങൾ ഇനിയും വരട്ടെ എന്നുള്ള. നല്ല പടമായിരുന്നു. ഇഷ്ടമായ? ഇല്ല, അത്രയും ഇതിലുള്ളതായിരുന്നില്ലല്ലോ. അടിപൊളിയായിരുന്നു. ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. പടം കണ്ട് നമ്മൾ ഹാപ്പിയാണ്. ഇനി നിങ്ങൾ പ്രേക്ഷകർ കണ്ട് ഹാപ്പി ആവുക എന്നുള്ളതാണ്. അത് ഹാപ്പി ആവാനുള്ള എലമെൻറ്റുകളൊക്കെ ഉണ്ട്. നല്ല സോങ്സാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതേപോലെ തന്നെ പ്രേതങ്ങളെ നമ്മൾ കോമഡി ആയിട്ട് കണ്ടിട്ടുണ്ട്, സെൻറ്റിമെൻ്റലിൽ കണ്ടിട്ടുണ്ട്, പേടിച്ച് കണ്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ചും കൂടി അവരോട് ഒരു സിമ്പതി തോന്നുന്ന അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നുന്ന ഒരു 5 പ്രേതങ്ങളും, പിന്നെ ശ്രീനാഥ് ബാസിയുടെ രസമായിട്ടുള്ള ഒരു പെർഫോമൻസ്, കുറേ പുതിയ നടീനടന്മാരെ അവതരിപ്പിക്കാൻ പറ്റിയൊരു സിനിമ. പിന്നെ ഇതിലെൻ്റെ ക്യാരക്ടർ ഈ അടുത്ത് വന്ന സിനിമകളിലൊക്കെ സിനിമയുടെ ഭാഗമായിട്ട് ആ കഥ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ചെറിയ റോള് ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ പറഞ്ഞു പോവുക എന്നുള്ളതാണ്. പക്ഷേ ഈ സിനിമയിൽ ഈ പ്രധാന കാരണക്കാരനായിട്ടുള്ള ഒരു ആൾ തന്നെയാണ്. ചാക്കോ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. പിന്നെ വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ്. അപ്പോൾ രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയണത്. ഞാനും ഹാപ്പിയാണ്. കുഴപ്പമില്ല. താങ്ക് യു.